ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരികയാണ്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. നേതാക്കളെ ദില്ലിയിലേക്ക് വിളിപ്പിച്ച് ഹൈക്കമാൻഡ്. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് എന്നിവരെയാണ് വിളിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയോടെ നേതാക്കൾ ദില്ലിയിലേക്ക് പോകും. ആർ റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, ഇനി മാരത്തൺ ചർച്ചകൾ അങ്ങ് ദില്ലിയിലായിരിക്കും അല്ലേ? തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കുകയാണ്. ദില്ലിയിലേക്ക് നേതാക്കളെ വിളിപ്പിക്കുന്നു. ഇന്ന് തന്നെ ദില്ലിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അടിയന്തര സന്ദേശം രമേശ് ചെന്നിത്തലയ്ക്കും വി ഡി സതീശനും KPCC അധ്യക്ഷനായ സണ്ണി ജോസഫിനും ലഭിച്ചു കഴിഞ്ഞു. ദില്ലിയിലാണ് ഇനി ഏറ്റവും സുപ്രധാനമായ ചർച്ചകൾ നടക്കേണ്ടത്. കാരണം നിലവിൽ നിയമസഭാ കക്ഷി നേതാക്കളുടെ അഭിപ്രായം അവർക്ക് ലഭിച്ചതാണ്. ആ അഭിപ്രായം പരിശോധിച്ച് അതിൻ്റെ തുടർ നീക്കങ്ങളിലേക്ക് അവർക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നേതാക്കളുമായി ഈ 3 നേതാക്കളുമായി KC വേണുഗോപാൽ അടക്കമുള്ള 3 നേതാക്കളുമായി വിശദമായി സംസാരിക്കേണ്ടി വരും. എല്ലാ ഘടകങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് തീരുമാനം. അതുകൊണ്ട് തന്നെ ഈ നേതാക്കൾ ദില്ലിയിലെത്തിയാൽ തുടർ ചർച്ചകളാണ്. ഇന്ന് രാത്രിയോടെ തന്നെ ദില്ലിയിലേക്ക് എത്തിച്ചേരാനാണ് 3 നേതാക്കൾക്കും നൽകിയ നിർദ്ദേശം. നാളെ രാവിലെ മുതൽ തന്നെ മാരത്തോൺ ചർച്ചകളായിരിക്കും. നാളെ വൈകിട്ടോടെ തന്നെ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത്. കാരണം ഘടകകക്ഷികൾ എത്രയും പെട്ടെന്ന് സർക്കാർ രൂപീകരിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് തിരക്കിട്ട ചർച്ചകളിലേക്ക് കടക്കുന്നത്. നിലവിൽ ഇന്ന് രാവിലെ തന്നെ അജയ് മാക്കനും ഒപ്പം രണ്ടുപേരും കൂടി റിപ്പോർട്ട്, നിരീക്ഷകർ രണ്ടുപേരും ചേർന്ന റിപ്പോർട്ട് അവിടെ എത്തിച്ചു കഴിഞ്ഞു. ആ റിപ്പോർട്ട് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും വിശദമായി പരിശോധിക്കും. എന്നിട്ടാകും അവർ തീരുമാനത്തിലേക്ക് എത്തുക. സംസ്ഥാനത്തെ എല്ലാ ഘടകങ്ങളും പരിശോധിക്കും. ഘടകകക്ഷികളുടെ നിലപാടുകൾ കൂടി അവർ പരിശോധിക്കും. എല്ലാം പരിഗണിച്ചതിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. നാളെ മുതൽ അങ്ങോട്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ മാരത്തോൺ ചർച്ചകളായിരിക്കും ദില്ലി കേന്ദ്രീകരിച്ച് നടക്കുക. വിനീത, ശരി, അതാണ്. ഇനി ദില്ലിയിലാണ് എല്ലാ കണ്ണുകളും. അവിടെ നിന്ന് പ്രഖ്യാപനം വരേണ്ടിയിരിക്കുന്നു. നേതാക്കളെ ഇപ്പോൾ ദില്ലിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രിയോടെ തന്നെ അവർ തിരിക്കും. നാളെ ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.